കേരളത്തിന്റെ കാർഷിക പരിച്ഛേദം വലിയ പ്രതീക്ഷയായി കരുതുന്ന പന്തളം വലിയ തോടിന്റെ നവീകരണത്തിനായി ഡിവൈഎഫ്ഐ കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരുടെ കൈപിടിച്ച് പൊതുസമൂഹത്തോടൊരുമിച്ച് തിങ്കളാഴ്ച രാവിലെ തോട്ടുകരയിൽ നിന്ന് വലിയ തോടിന്റെ കരയിലൂടെ സ്ട്രീം വാക്ക് നടത്തി. പറന്തൽ തോട്ടുകരയിൽ നിന്ന് ആരംഭിച്ച വലിയ തോടിന്റെ കരകളിൽ കൂടി നടന്ന നടത്തത്തിൽ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ബഹുജന സംഘടനാ പ്രവർത്തകരും ബഹുജന സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും അടക്കമുള്ള നൂറുകണക്കിന് ആൾക്കാർ അണിചേർന്നു. വീണ്ടെടുക്കാം വലിയ തോടിനെ, കൈകോർക്കാം തെളിനീരിനായി എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2000-ഓളം വരുന്ന യൂത്ത് ബ്രിഗേഡുമാരുടെയും ബഹുജനങ്ങളുടെയും നേതൃത്വത്തിൽ പറന്തൽ, മുക്കോടി, കരിങ്ങാലി വലിയ തോടിനെ വീണ്ടെടുക്കുവാനായി മാർച്ച് 2-ന് നടക്കുന്ന ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് തോടിന്റെ കരയിൽ കൂടി തിങ്കളാഴ്ച വലിയ നടത്തം നടന്നത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ വലിയ തോടിനായുള്ള വലിയ നടത്തം ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു, CITU ജില്ലാ സെക്രട്ടറി BB ഹർഷകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ, സംഘാടക സമിതി ചെയർമാൻ R ജ്യോതികുമാർ, DYFI ജില്ലാ സെക്രട്ടറി B നിസാം, പ്രസിഡന്റ് NC അനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BS അനീഷ് മോൻ, സംഘാടക സമിതി കൺവീനർ NC അബീഷ്, കർഷക സംഘം ഏരിയ സെക്രട്ടറി CK രവിശങ്കർ, CPIM കുരമ്പാല ലോക്കൽ സെക്രട്ടറി G ദീപു, ഏരിയ കമ്മിറ്റി അംഗം B പ്രദീപ്, സാംസ്കാരിക നായകരും കവികളും ജനപ്രതിനിധികളും വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ സുരേഷ് സോമ, രാകേഷ് കൃഷ്ണൻ, കാശിനാഥൻ, നീരജ്, മനു തുമ്പമ്മൺ, PV അനിൽകുമാർ, ഡോക്ടർ സൂരജ്, ഫാദർ ഡാനിയൽ പുല്ലേലിൽ, ബാബുരാജ്, R രാജേഷ് കുമാർ, അജിതകുമാരി, അംബിക രാജേഷ് എന്നിവർ നടത്തത്തിന് ആശംസകൾ പറഞ്ഞു. മുക്കോടി ചീപ്പിനരികിൽ നടത്തം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പന്തളം.